പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു എയ്സാപ്പ്. എയ്സാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന പാഠഭാഗത്തിലെ 4ാമത്തെ ഭാഗം പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കാം. ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെയാണ് ചൂഷണത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. അതായത് നോക്കൂ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിൽ നിന്ന് അവർ വലിയ രീതിയിലുള്ള നികുതികളും മറ്റും ഇന്ത്യയിലെ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ജനങ്ങൾ അപ്പോൾ അവർക്കെതിരെ എന്ത് ചെയ്തു? കലാപങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ജനവിഭാഗങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട കലാപങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സന്യാസി കലാപത്തെക്കുറിച്ചാണ്. എന്താണ് സന്യാസി കലാപം എന്ന് നമുക്കൊന്ന് നോക്കാം. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. സന്യാസി കലാപം എവിടെയാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബംഗാളിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സന്യാസി കലാപം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബംഗാളിൽ എന്തായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? അവിടെ ക്ഷാമം ഉണ്ടാവുകയും ഈ ക്ഷാമം പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു വിധത്തിലുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയാണ്. ഓക്കെ ആണല്ലോ. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനാലാണ് ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ഒരു ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ജനങ്ങൾ നടത്തിയ ഈ കലാപത്തിന് ആരുടെ കൂടി പിന്തുണയുണ്ടായിരുന്നു? സന്യാസിമാരുടെ പിന്തുണ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനാലാണ് ഈ ഒരു കലാപങ്ങൾ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെട്ടത്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, അടുത്ത പോയിന്റ് നോക്കൂ. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഓക്കെ അല്ലേ? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സന്യാസിമാരോടൊപ്പം ആരും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെതിരെ ഈ കലാപത്തിന്? ഫക്കീർമാർ. ഓക്കെ അല്ലേ? ബംഗാളിലെ ഫക്കീർമാരായിട്ടുള്ള ആളുകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കലാപത്തിൽ അണിചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കലാപം അറിയപ്പെടുന്ന പേരാണ് എന്ത്? സന്യാസി ഫക്കീർ കലാപം എന്ന പേരിലാണ് ഈ ഒരു കലാപം അറിയപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ അല്ലെ? സന്യാസി കലാപം എന്ന് മാത്രമല്ല ഈ കലാപം അറിയപ്പെടുന്നത്, മറിച്ച് എന്തും കൂടിയുണ്ട്? സന്യാസി ഫക്കീർ കലാപം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. എന്തുകൊണ്ടാണ് സന്യാസി ഫക്കീർ കലാപം എന്ന് അറിയപ്പെടുന്നത്? അതായത് ബംഗാളിലുള്ള ഫക്കീർമാർ കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു കലാപത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ, ആരെല്ലാമാണ് ഈ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്? ഭവാനി പഥക് അതുപോലെ തന്നെ മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. ആരൊക്കെയാണ്? ഭവാനി പഥക് അതുപോലെ തന്നെ മജ്നു ഷാ. ഈ 2 ആളുകളായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. SCRTയിലുള്ള വാചകമാണ്. അതുകൊണ്ട് തന്നെ PSC എക്സാമിനേഷന് ഇതിൽ ആരാണ് ഇല്ലാത്തത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാം. അപ്പോൾ 2 വ്യക്തികളാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ആളുകൾ ആരൊക്കെയാണ്? ഭവാനി പഥക് അതുപോലെ തന്നെ മജ്നു ഷാ എന്നിവരെയാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായിരുന്നു പ്രധാനപ്പെട്ട സന്യാസി കലാപത്തിനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ബംഗാളിലുണ്ടായ ക്ഷാമമായിരുന്നു. അതിനാൽ എന്ത് ചെയ്യുകയാണ്? ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയാണ്. അതിനാൽ ഈ ദരിദ്രരായ കർഷകരോടൊപ്പം തൊഴിലാളികളോടൊപ്പം ആരുകൂടി അണിചേരുകയാണ്? സന്യാസിമാർ കൂടി അണിചേരുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. സന്യാസി
സന്യാസിമാർ മാത്രമല്ല, പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ബംഗാളിലുണ്ടായ ഫക്കീർമാരും കൂടി എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഈ സന്യാസിമാരോടൊപ്പം, ഈ കർഷകരോടൊപ്പം, ജനങ്ങളോടൊപ്പം പോരാട്ടത്തിന് വേണ്ടി അണിചേർന്നു. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഈ കലാപത്തെ എന്ത് വിളിക്കുന്നത്, സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ ഒരു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്, ഭവാനി പതക് അതുപോലെ തന്നെ മജ്നു ഷാ എന്നിവരായിരുന്നു ഈ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? നോക്കൂ നിങ്ങൾ, പിന്നെ അടുത്ത ഈ ഒരു സ്ലൈഡ് നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട് SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സ് ആണ്. അപ്പോൾ ആരാണ്, പിന്നെ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ സന്യാസി കലാപത്തെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ അല്ലേ? അത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന്, നമ്മുടെ ബങ്കി ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് പിന്നെ സന്യാസി കലാപവുമായി ആനന്ദമഠം അതുപോലെ തന്നെ ബങ്കി ചാറ്റർജിയുമായിട്ടുള്ള ബന്ധമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ വന്ദേ മാതരവും അതുപോലെ തന്നെ ആനന്ദമഠവുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. 1882 ബംഗാളി ഭാഷയിൽ ബങ്കി ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1882 ഏത് ഭാഷയിലാണ്, ബംഗാളി ഭാഷയിലാണ് ബങ്കി ചന്ദ്ര ചാറ്റർജി എന്ത് ചെയ്തിട്ടുള്ളത്, ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ രചിച്ചിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്, ബംഗാളി ഭാഷയിലാണ്. ഏത് വർഷമാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്, 1882 രചിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, ഈ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള ഏത്, വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCRTയിൽ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SCRTയിൽ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു പിന്നെ ഇൻഫോർമേഷൻസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഏത് നോവലിൽ നിന്നാണ്, ബംഗാളി ഭാഷയിൽ രചിച്ചിട്ടുള്ള ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ഈ വന്ദേ മാതരം എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. ഇനി നോക്കൂ, ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര് എന്നറിയപ്പെടുന്നത്, ഭവാനന്ദൻ. ഈ ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ എന്ത് ചെയ്യുന്നത്, പരാമർശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്യാസി കലാപം പരാമർശിക്കുന്ന കൃതിയാണ് ഏത് എന്നറിയപ്പെടുന്നത്, ആനന്ദമഠം എന്നറിയപ്പെടുന്നത്. ഈ ആനന്ദമഠം രചിച്ചിട്ടുള്ളത് ആരാണ്, ബങ്കി ചന്ദ്ര ചാറ്റർജിയാണ്. ഈ ബങ്കി ചന്ദ്ര ചാറ്റർജിയുടെ ഈ ആനന്ദമഠത്തിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഈ വന്ദേ മാതരത്തിൽ ആര് പാടുന്നതായിട്ടാണ്, ഏത് കഥാപാത്രം ആലപിക്കുന്നതായിട്ടാണ് പറയുന്നത്, ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ മേഖലയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞത് പിന്നെ സന്യാസി കലാപത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ സന്യാസി കലാപം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ബംഗാളിലായിരുന്നു. ആ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ക്ഷാമവും മറ്റും എന്ത് ചെയ്യുകയാണ്, കർഷകരും അവിടുത്തെ ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവിടേക്ക് എന്ത് ചെയ്യുകയാണ്, സന്യാസിമാരും ബംഗാളിലുള്ള ഫക്കീർമാരും എന്ത് ചെയ്യുകയാണ്, ഈ കലാപത്തിന് പിന്തുണ കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ, ഈ ഒരു കലാപത്തെ എന്തെന്ന് വിളിക്കുന്നത്, സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നത്. ഇതിൽ പരാമർശിക്കുന്ന നോവലാണ് ഏത് എന്നറിയപ്പെടുന്നത്, ആനന്ദമഠം. ഈ ആനന്ദമഠത്തിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്, വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. ഏത് കഥാപാത്രം ആലപിക്കുന്നതായിട്ടാണ് വന്ദേ മാതരം, ഭവാനന്ദൻ എന്ന കഥാപാത്രം എന്ത് ചെയ്യുകയാണ്, ആലപിക്കുന്നതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നോവലിൽ പരാമർശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് പിന്നെ ഏത് കലാപമാണ്, നീലം കർഷക കലാപത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ഏത്, ബംഗാളിലെ നീലം കർഷക കലാപം. ഓക്കെ ആണല്ലോ? നോക്കൂ, ഈ നീലം കർഷക കലാപത്തിന് കാരണമായ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഒന്നാമത്തെ
രണ്ടാമത്തെ കാരണമായിരുന്നു അത്. ഓക്കെ ആണല്ലോ. അതായത് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ എന്ത് ചെയ്യാണ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ എന്ത് ചെയ്യാണ്, കർഷകരെ നിർബന്ധിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് ഈ കർഷകര്, നമ്മുടെ ഇന്ത്യയിലെ കർഷകരായിട്ടുള്ള, ബംഗാളിലെ കർഷകരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ഈ അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ആർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ. അതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ കാരണം നോക്കൂ നിങ്ങൾ, നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിട്ടുണ്ടായിരുന്നത്. നോക്കൂ നിങ്ങൾ, എത്രത്തോളം ചൂഷണമാണ് നമ്മുടെ ഇന്ത്യൻ കർഷകരെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് ജോലി ചെയ്തു കൊടുക്കുകയും വേണം, മാത്രമല്ല അവരെന്താണ്, വളരെ തുച്ഛമായ പൈസ മാത്രമേ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയിലെ കർഷകർക്ക്, ബംഗാളിലെ കർഷകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കൂ, കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ആർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്, കർഷകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കൂ, നാലാമത്തത്, കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും എന്ത് ചെയ്യാണ്, ഇത് വഴിതെളിയിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, അടുത്തത്, കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിയുകയുമാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ ഒരു കൃത്രിമ ചായം കണ്ടെത്തിയതോടുകൂടി നീലത്തിന്റെ ആവശ്യകത കുറയുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, അവിടെ കർഷകർക്ക് അവിടെ ജോലി ഇല്ലാതാവുകയും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോ എന്തൊക്കെയാണ് നീലം കർഷകത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, പിന്നെ നീല കർഷക കലാപം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ്, ഒന്ന്, അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിക്കുകയാണ്. ഈ അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ആർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ പാടുകയുള്ളൂ. പിന്നെന്താണ്, നീലത്തിന് എന്ത് മാത്രമാണ് നൽകിയത്, കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ആര് നൽകിയത്, ബ്രിട്ടീഷുകാർ കർഷകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. പിന്നെ കൃത്രിമ ചായം കണ്ടെത്തിയതോടെ എന്ത് ചെയ്യാണ്, നീലത്തിന്റെ ആവശ്യകത കുറയുകയും അങ്ങനെ കർഷകർക്ക് അവരുടെ പിന്നെ ജോലി ഇല്ലാതാവുകയും അങ്ങനെ എന്ത് ചെയ്യാണ്, വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. ഇതായിരുന്നു എന്ത്, നീലം കർഷക കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ഒരു പിന്നെ നമ്മുടെ നീലം കർഷക കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്, ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ആരൊക്കെയാണ്, ദിഗംബർ ബിശ്വാസിന്റെയും അതുപോലെ തന്നെ വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നീലം കർഷക കലാപത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ അല്ലേ. ഇത് നോക്കൂ, ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോ ആരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീലം കർഷക കലാപം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്, ദിഗംബർ ബിശ്വാസിന്റെയും അതുപോലെ തന്നെ വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ നീലം കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കൂ, കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൃഷിക്കാരുടെ പ്രതിരോധവും അതുപോലെ തന്നെ പ്രതിഷേധവും ഒക്കെ ശക്തമായപ്പോൾ എന്ത് ചെയ്യാണ്, തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ഏതാണ്ട് എന്ത് ചെയ്യാണ്, നീലം കൃഷി ബംഗാളിൽ ഇല്ലാതാവുകയും ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ നിങ്ങൾ, SCERT-യിൽ നമ്മൾ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഏതെന്നറിയപ്പെടുന്നത് നീൽ ദർപ്പൺ. എന്താണ് ഇതിൽ പറയുന്നത്, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് ഏതെന്നറിയപ്പെടുന്നത്, നമ്മുടെ നീൽ ദർപ്പൺ എന്നറിയപ്പെടുന്നത്. ഏത് വർഷമാണ്, 1860 രചിച്ച, ആരാണ് രചിച്ചത്, ദീനബന്ധു മിത്ര. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഈ വർഷമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 861 62 എന്നൊക്കെ പറഞ്ഞാണ്ട് എന്ത് ചെയ്യും, ഓപ്ഷൻസ് കൊടുക്കും. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, ഏത് വർഷമാണ്, 1860 എന്ത് ചെയ്യുന്നത്, ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് ഏതെന്നറിയപ്പെടുന്നത്, നീലദർപ്പൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ബംഗാളിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് ഏതെന്നറിയപ്പെടുന്നത്, നമ്മുടെ നീൽ ദർപ്പൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒന്ന്, നീലം കർഷക കലാപം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ബംഗാളിലായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത്, അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിക്കുകയാണ്. ഈ അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ, വിൽക്കാൻ കഴിയുള്ളൂ. പിന്നെന്താണ്, നീലത്തിന് കമ്പോള വിലയേക്കാൾ എന്താണ്, താഴ്ന്ന വില മാത്രമാണ് ആർക്ക് നൽകിയത്, കർഷകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്യാണ്, ഈ കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറയുകയും പിന്നെന്ത് ചെയ്യാണ്, മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. ഇനി ആരാണ് ഇതിൽ നേതൃത്വം നൽകിയത്, ദിഗംബർ ബിശ്വാസിന്റെയും
വിഷ്ണു വിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നീലം കർഷക കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലെ? എന്താണ് നീൽ ദർപ്പൺ ഈ കൃതിയും എന്താണ് ബന്ധം ഈ നീല കർഷക കലാപവുമായിട്ട്? അതായത് നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് ഏതെന്നറിയപ്പെടുന്നത്, നീൽ ദർപ്പൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത ഒരു കലാപമാണ് സാന്താൾ കലാപം എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്രജന വിഭാഗമാണ് ആര്, സാന്താളുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? എങ്ങോട്ടാണ്? ബംഗാൾ പ്രവിശ്യ ആയിട്ടുള്ള രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഗോത്രജന വിഭാഗമാണ് ആര്, സാന്താളുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു പ്രധാനമായിട്ടും ഈ സാന്താളുകൾ അനുഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അതായത് ഭൂവുടമകളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, കരം പിരിക്കുകയാണ്, ടാക്സ് നികുതി പിരിക്കുകയാണ്. പിന്നെ എന്തായോ, കൊള്ളപ്പലിശക്കാർ എന്ത് ചെയ്യാണ്, നിരന്തരമായി കടം നൽകുകയും പകരം അവരെന്ത് ചെയ്യാണ്, ധാന്യങ്ങളും വനവിഭവങ്ങളും എന്ത് ചെയ്തു, തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സാന്താളുകൾ അനുഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. ഇതെല്ലാം ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടി നടന്ന പ്രശ്നങ്ങളായിരുന്നു ഇവയെല്ലാം. അതായത് ഈ കൊള്ളപ്പലിശക്കാരും ഈ ഭൂവുടമകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇവയെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ ഇത് ഇവരെ കൊണ്ട്, മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യാണ്, പിന്നെ അതായത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികളായിരുന്നു ഇവയെല്ലാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി നോക്കൂ നിങ്ങൾ, തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പൊ ഏത് വർഷമാണ്? 1855 എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യാണ്, സാന്താളുകൾ ഈ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, വധിക്കുകയാണ്. ഓക്കെ അല്ലെ? അപ്പോ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സിദോവും അതുപോലെ തന്നെ കാൻഹുവും ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന സിദോവിനെയും അതുപോലെ തന്നെ കാൻഹുവിനെയും എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാര് വധിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, SCRTയിലെ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ് ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള സാന്താൾ കലാപത്തിന്റെ ഒരു പിന്നെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടാണ് എന്താണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ ഇപ്പൊ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കൂ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ജനവിഭാഗമാണ് ആര്, സാന്താളുകൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടിയായിരുന്നു. ഇതെന്തായിരുന്നു? ഇവർക്ക് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ എന്ത് ചെയ്യാണ്, 1855 എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ എന്ത് ചെയ്യാണ്, പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇനി നോക്കൂ, ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദോവിനെയും അതുപോലെ തന്നെ എന്താണ്, കാൻഹുവിനെയും എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാര് വധിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോ ഇത് SCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു പേജാണ്. അപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോ ഇതായിരുന്നു എന്ത്, സാന്താൾ കലാപം എന്നറിയപ്പെടുന്നത്. രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ആളുകളാണ് സാന്താളുകൾ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി ഈ ഭൂവുടമകളും കൊള്ളപ്പലിശക്കാരും ഒക്കെ എന്ത് ചെയ്യാണ്, നിരന്തരമായി അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും പിന്നെ അത് മാത്രമല്ല ധാന്യങ്ങളും വനവിഭവങ്ങളും ഒക്കെ തട്ടിയെടുക്കുകയും ചെയ്തതായിരുന്നു എന്ത്, ഈ സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആരൊക്കെയായിരുന്നു ഈ ഇതിന് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ സിദോവും അതുപോലെ തന്നെ കാൻഹുവുമായിരുന്നു. ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്യുകയാണ്, ബ്രിട്ടീഷുകാർ വധിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? ഇതാണ് പ്രധാനമായിട്ടും എന്ത് പറയുന്നത്, നമ്മുടെ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇന്ന് നമുക്ക് അവസാനത്തെ ഒരു കലാപം നോക്കാം. ഉൽ ഗുലാൻ അഥവാ മുണ്ട കലാപം എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? 13ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഏതെന്നറിയപ്പെടുന്നത്,
ഉൽ ഗുലാൻ. പരീക്ഷയ്ക്ക് ചോദിക്കുക ഒരു പക്ഷേ മുണ്ടാ കലാപം എന്നായിരിക്കില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഹെഡിങ് തന്നെ അത് കൊടുത്തിട്ടുള്ളത്. ഉൽ ഗുലാൻ കലാപം അല്ലെങ്കിൽ ഉൽ ഗുലാൻ നടന്നത് ഏത് വർഷം അല്ലെങ്കിൽ പിന്നെ ഏത് നൂറ്റാണ്ടിൽ എന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ചോദിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഏതെന്നറിയപ്പെടുന്നത്, ഉൽ ഗുലാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇത് മുണ്ടാ കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഉൽ ഗുലാൻ എന്നത് ഏത് കലാപമാണ് എന്നും ചിലപ്പോൾ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? മുണ്ടാ കലാപത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഉൽ ഗുലാൻ. അല്ലെങ്കിൽ ഉൽ ഗുലാൻ എന്നത് ഏത് കലാപം തന്നെയാണ്, മുണ്ടാ കലാപം എന്ന് തന്നെയാണ്. ഇനി നോക്കൂ, ഇതിന്റെ എന്താണിത്, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വലിയ കോലാഹലം അല്ലെങ്കിൽ എന്താണ്, വലിയ ഇളക്കം എന്നാണ് എന്ത് എന്നറിയപ്പെടുന്നത്, ഉൽ ഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്താണ് വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് എന്തെന്നറിയപ്പെടുന്നത്, ഉൽ ഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഉൽഗുലാൻ എന്നുള്ളത് എന്താണ്, മുണ്ടാ കലാപത്തിന്റെ മറ്റൊരു പേരാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്നതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഈ നോക്കൂ, എങ്ങനെയാണ് ഈ കലാപം ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ടാ ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം തകർത്ത് മുണ്ടാ രാജ് അല്ലെങ്കിൽ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ ആരാണ്? ബിർസ മുണ്ടയാണ് ഈ ഒരു കലാപത്തിന് എന്ത് ചെയ്യുന്നത്, നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? എവിടെ വെച്ചിട്ടായിരുന്നു ഈ കലാപം നടന്നത്? ജാർഖണ്ഡ്. ഓക്കെ അല്ലേ? അപ്പോ മുണ്ടാ ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ എന്താണ്, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം തകർത്ത് മുണ്ടാ രാജ് അഥവാ രാജ്യം സ്ഥാപിക്കാനായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബിർസ മുണ്ട ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിർസ മുണ്ടയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മുണ്ടാ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. നോക്കൂ, മുണ്ടാ കലാപത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ്, SRTയിലുള്ള സെന്റൻസുകളാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്താണ്, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. രണ്ടും പിന്നെ SRTയിലുള്ളതാണ്. അപ്പൊ മുണ്ടാ കലാപത്തിന്റെ കാരണങ്ങളിൽ പെടാത്തത് എന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണ്, ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലുമാണ്. രണ്ടാമത്തെ കാരണം എന്താണ്, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവുമാണ്. ഓക്കെ ആണല്ലോ? ഇനി എന്താ നോക്കൂ, എങ്ങനെയാണിത് അവസാനിച്ചത് എന്ന്. 1899 മുണ്ടാ ഗോത്ര വിഭാഗം എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും എന്ത് ചെയ്യാണ്, ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയാണ്. ഇനി നോക്കൂ, റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ ഗോത്ര വിഭാഗക്കാർ എന്ത് ചെയ്യാണ്, കൊല്ലപ്പെടുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ബിർസ മുണ്ട തടവിലാവുകയും മഴ വെച്ച് എന്ത് ചെയ്യാണ്, മരണപ്പെടുകയും ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കൂ, നമ്മള് പിന്നെ ഉൽഗുലാൻ എന്ന ആ ഒരു കലാപത്തെ കുറിച്ചാണ് പഠിച്ചത്. ഉൽഗുലാൻ എന്ന് പറയുന്നത് എന്താണ്, മുണ്ടാ കലാപം എന്ന് തന്നെയാണ്. ഇനി എന്താണ് ഉൽഗുലാൻ എന്നുള്ളതിന്റെ അർത്ഥം, വലിയ കോലാഹലം വലിയ ഇളക്കം എന്നുള്ളതാണ്. ഇനി നോക്കൂ, എന്തായിരുന്നു ശ്രമം ബിർസ മുണ്ടയുടെ, ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്, ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട എന്തിനാണ് ശ്രമിച്ചത്, മുണ്ടാ രാജ് അല്ലെങ്കിൽ രാജ്യം സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് മുണ്ടാ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലുമാണ്. പിന്നീട് രണ്ടാമത്തെ കാരണം എന്താണ്, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവുമാണ്. ഇനി നോക്കൂ, എന്നാണ് ഏത് വർഷമാണ് മുണ്ടാ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചത്, 1899 അങ്ങനെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യാണ്, ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയാണ്. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ എന്ത് ചെയ്യാണ്, ഒട്ടേറെ ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെടുകയാണ്. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, മരണപ്പെടുകയും ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ബിർസ മുണ്ടയുടെ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പഠിക്കണം, കാരണം എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ഇതാണ് ബിർസ മുണ്ട. അപ്പോ ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 എന്താണ്, ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായി എന്ന് മുതൽ പിന്നെ ആചരിക്കുകയാണ്. 2021 മുതൽ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ എന്താണ് പറഞ്ഞത്? ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായി എന്ന് മുതലാണ് ആരംഭിക്കുന്നത്, 2021 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. ഇനി നോക്കൂ,
ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയുണ്ട്. ആദരിക്കപ്പെട്ട ഏക ഗോത്ര ജനതയുടെ നേതാവാണ് എന്തെന്നറിയപ്പെടുന്നത്? ആരെന്നറിയപ്പെടുന്നത്? ബിർസ മുണ്ട എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി, ഓക്കെ അല്ലേ? ആരാണ്? ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി. ഓക്കെ അല്ലേ? ആരാണ് ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി എന്നത് ആരെ കുറിച്ച് പറഞ്ഞു തരുന്ന കൃതിയാണ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അതിൽ മഹാത്മാഗാന്ധി എന്നൊക്കെ ഓപ്ഷൻ കണ്ടാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഗാന്ധി എന്ന് മഹാത്മാഗാന്ധി എന്നുള്ളത് ഓപ്ഷൻ ചിലപ്പോൾ കറുപ്പിക്കും. ഓക്കെ അല്ലേ? പക്ഷെ അതാണോ? അല്ല. ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ബിർസ മുണ്ടയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധി സെ പഹ്ലെ ഗാന്ധി എന്ന കൃതിയിൽ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ആരാണിത് രചിച്ചത്? ഇക്ബാൽ ദുറാനിയാണ്. ഓക്കെ അല്ലെ? ഇക്ബാൽ ദുറാനിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി എന്ന കൃതി രചിച്ചത്. ആരുടെ ജീവചരിത്രമാണ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? ബിർസ മുണ്ടയാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേശ്വതാ ദേവി, ഓക്കെ ആണല്ലോ, മഹേശ്വതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ഓക്കെ അല്ലേ? ഏതാണ്? ആരണ്യർ അധികാർ. അപ്പോ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേശ്വതാ ദേവി രചിച്ച കൃതിയാണ് ഏത്? ആരണ്യർ അധികാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ രണ്ട് കൃതികൾ നമ്മൾ പഠിക്കുകയാണ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ചത് ഒന്ന് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച കൃതിയാണ്. ആരാണിത് രചിച്ചത്? ഇക്ബാൽ ദുറാനിയാണ്. ഇനിയോ മഹേശ്വതാ ദേവി രചിച്ച കൃതിയാണ് ഏത്? ആരണ്യർ അധികാർ. ഓക്കെ അല്ലെ? മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ ആണല്ലോ? SCRT ബോക്സിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പോ നോക്കൂ, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ഗോത്ര ജനതയുടെ നേതാവിനെ മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഫോട്ടോ ഉള്ളത്. അത് ആരുടേതാണ്? ബിർസ മുണ്ടയുടേതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാണ് നവംബർ 15. എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 2021 മുതലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആചരിക്കുന്നത്. ആ ഡേറ്റ് ഓർത്ത് വെക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, 2022 മുതലാണ് ആചരിക്കുന്നത് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ അത് കറക്റ്റ് ആകുമോ? അല്ല. എന്താണ്? 2021 മുതലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ദിവസം ആചരിക്കാൻ തുടങ്ങിയത്. പിന്നീട് എന്താണ്? രണ്ട് കൃതികൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി, അതുപോലെ തന്നെ ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ ആരാണ് രചിച്ചിട്ടുണ്ടായിരുന്നത്? മഹേശ്വതാ ദേവിയാണ്. ഗാന്ധി സെ പഹ്ലെ ഗാന്ധി ആരാ രചിച്ചിട്ടുള്ളത്? ഇക്ബാൽ ദുറാനിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് 2-3 കലാപങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള പ്രധാനപ്പെട്ട പോരാട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് നമ്മൾ സന്യാസി ഫക്കീർ കലാപത്തെ കുറിച്ച് പഠിച്ചു. നീലം കർഷക കലാപത്തെ കുറിച്ച് പഠിച്ചു. സാന്താൾ കലാപത്തെ കുറിച്ച് പഠിച്ചു. ഉൽഗുലാൻ അഥവാ മുണ്ട കലാപത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പിന്നെ ബിർസ മുണ്ടയെ കുറിച്ച് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്